പത്തരമാറ്റ കിടിലൻ ട്വിസ്റ്റിലേക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുതിയ നയനയെ. അതുതന്നെ നമ്മുടെ നയനയുടെ ആ ഒരു ഭാവമാറ്റം, ആ ഒരു രൂപമാറ്റം ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് നമ്മുടെ ദേവയാനി ഭയങ്കര കരച്ചിലായിട്ട് നമ്മുടെ മുത്തശ്ശന് വയ്യ എന്നറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ നമ്മുടെ ദേവയാനിയുടെ ഭർത്താവിനോടും നമ്മുടെ ആദർശിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒത്തിരി എന്താ പറയുക സോറി പറഞ്ഞ് മാപ്പ് പറഞ്ഞ് തന്നെ ഇങ്ങനെ കരയുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേദനിച്ചു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശിനെയും കെട്ടിപ്പിടിച്ച് കുറേ കരയുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തായാലും ഉള്ളിൽ കൊണ്ടുവരാൻ ഒരു ആത്മാർത്ഥ സ്നേഹമുണ്ട് എന്തായാലും ആ മുത്തശ്ശനും മുത്തശ്ശിയുടെയൊക്കെ അടുത്തൊക്കെ. ഒട്ടുമില്ലാത്ത നമ്മുടെ ജലജയ്ക്കൊക്കെ ആട്ടോ. അവർക്കിതറിഞ്ഞപ്പോൾ എന്തായാലും സന്തോഷമായിരിക്കും ഉണ്ടാവുക. അയാൾ എത്രയും പെട്ടെന്ന് തട്ടിപ്പോട്ടെ എന്നുള്ളൊരു വിചാരം തന്നെയായിരിക്കും നമ്മുടെ ജലജയ്ക്ക്. ആ ഒരു സെയിം വിചാരം തന്നെയായിട്ട് നമ്മുടെ നവ്യ നമ്മുടെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടുത്തെ ചട്ടങ്ങൾ എത്രയും നിർത്തിയാണ് ഇങ്ങനെ സഹിക്കുന്നത്, അയാൾ എത്രയും വേഗം എന്താ പറയുക തട്ടിപ്പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ നയനയ്ക്ക് അങ്ങോട്ട് കലി തുള്ളിയിട്ട് നമ്മുടെ നവ്യ ഇങ്ങനെ പിടിച്ചു നിർത്തി കാരണം അടിച്ച് പൊളിക്കുന്നൊരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നയന ഇനി സഹിക്കാൻ നയനയില്ല. കൊടുത്തും കൊണ്ടും ഒക്കെ എന്താ പറയുക ആ ഒരു വേണ്ടതിനൊക്കെ കൊടുത്ത് തന്നെ നിൽക്കാനുള്ളൊരു ആ ഒരു ഭാവമാറ്റം തന്നെയാണ് നയനയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു നയനയെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്കും ആവശ്യം. അപ്പോൾ വരാൻ പോകുന്ന ആ ഒരു കോരിത്തെറിപ്പിക്കുന്ന നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.